ഇന്ന് നമ്മളൊരു ബോളിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കിപ്സ്റ്റാ F500 സീരീസിൽ വരുന്ന ഈ ബോൾ ഇപ്പൊ 2 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഈ ബോൾ എങ്ങനെയുണ്ട്, ഇതിന്റെ റിവ്യൂ ഒന്ന് ചെയ്യുമോ എന്ന്. ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ബോളിന്റെ റിവ്യൂ അല്ല, എന്തൊക്കെയാണ് ഒരു നല്ല ഫുട്ബോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ ലെവലിൽ ആപ്ലിക്കബിൾ അല്ലാത്ത കാര്യങ്ങളും ഞാനിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യും, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ. എന്നാൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം എന്തൊക്കെയാണ് ഫുട്ബോളിന്റെ ക്വാളിറ്റീസ് എന്നുള്ളത്. പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഫിഫ ഓരോ ക്വാളിറ്റിയും അസസ് ചെയ്യുന്നത്, ടർഫിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ഒരു ഗ്രാസ് ഫീൽഡിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ബോളിനെ കുറിച്ച് നമുക്ക് പറയാം. ഇത് ഡെക്കാത്ലോൺ എന്നാണ് ഞാൻ വാങ്ങിച്ചത്, UAE എന്നാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. 65 ദിറംസാണ് ഇതിന് എനിക്ക് വില വന്നിട്ടുള്ളത്. നാട്ടിൽ ഞാൻ ഡെക്കാത്ലോണിന്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ 1099 രൂപയാണ്. നല്ല റേറ്റ് ആണ് കേട്ടോ. ഒരു നല്ല ഫുട്ബോളിന് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള റേറ്റ് തന്നെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നിവ്യയുടെ ഒരു ബോളിനെ കുറിച്ച്, നാട്ടിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായ ബോളുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സന്ദർശിച്ചൊന്ന് കാണുക. ഈ ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഹൈബ്രിഡ് ബോളാണ്. ഹൈബ്രിഡ് ബോൾ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം 2 രീതിയിലാണ് ഫുട്ബോൾ ഉണ്ടാക്കുന്നത്. ഒന്ന് V1, അതായത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് തെർമൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. തെർമൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് എടുക്കുന്ന സിസ്റ്റമാണ്. അതിൽ ഈ ഗ്ലൂ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ മെത്തേഡിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ അതിനുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോളിന്റെ ഒരു സ്ഫെറിസിറ്റി ഉണ്ട്, ഈ റൗണ്ട് ഷേപ്പ്, അത് നന്നായിട്ട് കിട്ടണമെങ്കിൽ അത് ഗ്ലൂ ചെയ്തിട്ട് തെർമൽ ബോണ്ടിങ് മുഖേന ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണം. എന്നാലാണ് ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ വേൾഡ് കപ്പിലോ അല്ലെങ്കിൽ വലിയ വലിയ ടൂർണമെന്റുകളോ കാണുന്ന ബോൾസ് തെർമൽ ബോണ്ടിങ്ങിൽ ചെയ്താണ്. അതുകൊണ്ട് അവർ നോക്കുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിന്റെ എയറോ ഡൈനാമിക്സ് ഉണ്ട്. ഇപ്പോൾ ബോള് എയറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിന്റെ ഷേപ്പിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്യുറസിയിൽ മാറ്റം വരും. അത് പരിഹരിക്കാനാണ് തെർമൽ ബോണ്ടിങ്ങുള്ള ബോൾ ഉപയോഗിക്കുന്നത്. കാരണം വലിയ വലിയ ടൂർണമെന്റുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വലിയ വ്യത്യാസങ്ങളാണല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതിൽ 2 മെത്തേഡ്സും ഉണ്ട്. അത് ഏതൊക്കെ ലെവലിലാണെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൽ ഇവർ ഹൈബ്രിഡ് ബോളാണെന്ന് പറയുന്നുണ്ട്. സ്റ്റിച്ചിങ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമുക്ക് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ തെർമൽ ബോണ്ടിങ് ഗ്ലൂ ഇട്ടിട്ടുള്ള മെത്തഡോളജിയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കണക്കിൽ നോക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ഷേപ്പ് തന്നെയാണ് കേട്ടോ കാണുന്നത്. പക്ഷെ ചില ബോളുകൾ ഞാൻ അവിടെ നോക്കുമ്പോൾ ഡെക്കാത്ലോണിൽ നോക്കുമ്പോൾ ഷേപ്പിൽ ചില മാറ്റങ്ങളൊക്കെ ഉള്ളതും കണ്ടു. അപ്പൊ നമ്മൾ അതിലുള്ള ഏറ്റവും നല്ലൊരു ബോൾ എടുത്തിട്ട് പോന്നു. ഇത്രയും ദിവസം കളിച്ചിട്ടും ഇതിന്റെ ഷേപ്പിലൊന്നും മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യം, നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി വേറൊരു കാര്യം, ഇതിന്റെ ബൗൺസ് ടെസ്റ്റ് ആണ്. ഫിഫക്ക് 3 തരം ക്വാളിറ്റീസ് ആണുള്ളത്. അതായത് ഫിഫ അപ്രൂവ്ഡ് ആയിട്ടുള്ള ബോളുകളിലൊക്കെ നമുക്ക് 3 തരം ചിഹ്നങ്ങൾ കാണാൻ പറ്റും. ഇത് ബേസിക് സ്റ്റാൻഡേർഡ് ആണ്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഫിഫ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. പിന്നെ അതിന്റെ മുകളിലാണ് ഫിഫ ക്വാളിറ്റി പ്രോ. ഇങ്ങനെ 3 ലെവലുകളിലാണ് സാധാരണയായിട്ട് ഫിഫയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഫിഫ ബേസിക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു 2 മീറ്റർ ഹൈറ്റിന്ന് ഇത് ബോൾ താഴേക്ക് ഇടുമ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിലിട്ടോ താഴേക്ക് ഇടുമ്പോൾ അത് കുത്തിയിട്ട് ബൗൺസ് ചെയ്യണം. ഈ ബൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 160 സെന്റിമീറ്ററിന് മുകളിലേക്ക് പോകാൻ പാടില്ല, 120 സെന്റിമീറ്റർ താഴെയും വരാൻ പാടില്ല. അപ്പം അതിന്റെ നടുവിൽ വരുന്ന ഒരു അളവിലേക്ക്, ഒരു ഹൈറ്റിലേക്ക് ഇത് ബൗൺസ് ചെയ്യണം. നമുക്ക് ആ ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ബൗൺസ് ടെസ്റ്റ് ഇങ്ങനെ ഒന്നല്ല, ഇത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഒന്നല്ല. ബട്ട് വി ആർ ട്രൈങ് ഫോർ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഇതാ ഇത്ര പൊങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 160 ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് 2 ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് എബോവ് 150 ആണ് കിട്ടിയത്. സെക്കൻഡ് ടൈം അഗൈൻ ബിറ്റ്വീൻ 150 to 160 കിട്ടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ ആ ടെസ്റ്റ് പ്രകാരം ഈ ബോൾ ഒരു നല്ല ബോളായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഒരു പ്രോപ്പർ ബൗൺസിലൊരു ബോൾ തന്നെയാണ്. അത്ര ലോവും അല്ല, അതേപോലെ തന്നെ ഒരുപാട് കുത്തി പൊന്തുന്നുമില്ല. നമ്മുടെ ഈ ടെസ്റ്റ് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം ഇങ്ങനെയല്ല, അതിന് ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ ചെയ്യണം. ഈ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ തേർഡ് പാർട്ടീസും ആണ് കേട്ടോ. ഏതെങ്കിലും ഫിഫ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനിയുടെ പണി ഇങ്ങനെയുള്ള ഫുട്ബോൾ മാനുഫാക്ചറിങ് കമ്പനികളിൽ പോയിട്ട് അവരുടെ ബോൾസ് ടെസ്റ്റ് ചെയ്തിട്ട് ഈ സ്റ്റാൻഡേർഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി വേറെ ഒരു കാര്യമാണ് ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വെള്ളം ഉള്ള സ്ഥലത്തൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴയത്തൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ബോൾ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല.
നമ്മൾ സാധാരണ ബക്കാലിൽ നിന്ന് വാങ്ങുന്ന ബോളുകളാണെങ്കിലും കുറച്ച് ലോ ക്വാളിറ്റി ബോൾസ് ഒക്കെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്നൊക്കെ ആണെങ്കിലൊക്കെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 450 ഗ്രാമുള്ള ബോളാണെങ്കിൽ അത് 1/2 കിലോ അല്ലെങ്കിൽ 500 ഗ്രാമിൻ്റെ ഒക്കെ മുകളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ടെസ്റ്റ് ഫെയിലിയർ ആവും. അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഈ ബോളിനെ സംബന്ധിച്ച് ഞാൻ വെള്ളത്തിൽ കളിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിന്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. സാധാരണ ഇത് ലബോറട്ടറിയിലൊക്കെ എങ്ങനെ ടെസ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെന്റിമീറ്റർ വെള്ളത്തിൽ ഇതിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വെക്കും, എന്നിട്ട് ചെറിയ കംപ്രഷനും കൊടുക്കും, എന്നിട്ട് റൊട്ടേറ്റും ചെയ്യും. അങ്ങനെ ഒരു നിശ്ചിത സമയം റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ ബോൾ അവിടെ നിന്ന് എടുത്തിട്ട് നോക്കും. അങ്ങനെയാണ് അത് ലബോറട്ടറിയിൽ ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യമാണ് ഇതിന്റെ പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പം ഈ ബോളിന്റെ പ്രഷർ 8 ബാർ ആണ്. 8 ബാർ പ്രഷറിലാണ് ഈ ബോൾ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 24 മണിക്കൂറിനുള്ളിൽ ഡ്രോപ്പ് ഉണ്ടാവാനേ പാടില്ല എന്നുള്ളതാണ് ഒരു മാനദണ്ഡം. വേറൊരു മാനദണ്ഡം 72 മണിക്കൂർ ഇത് വെച്ചാൽ ഇതിന്റെ 0.1 ബാറിൽ കുറവ് പ്രഷറെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രഷർ പോകാൻ പാടില്ല. ഇതിന്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ടെക്നിക്കൽ സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം അതൊക്കെയാണ് ഈ നല്ലൊരു ഫുട്ബോളിന്റെ ലക്ഷണമായിട്ട് ഫിഫ പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബോളിന്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് എത്ര തവണ ഇത് കിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനെ കിക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 2500 കിക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ 2500 കിക്ക് ചെയ്യുമ്പോൾ ഈ ബോളിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന്റെ തുന്നി വിടാനോ അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് സ്ക്രാച്ചോ ഡാമേജസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഇത്രയും സമയം കളിക്കുന്നത് ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ 2 മാസമായി ഞാനിത് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞു. ഇതിലിപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഫിനിഷിങ് തന്നെയാണ് ഇതിനുള്ളത്. ഓവറോൾ ഇതിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കിപ്സ്റ്റയുടെ ഒരു നല്ല ബോൾ തന്നെയാണിത്. നാട്ടിലെ കണ്ടീഷനിലേക്കും പറ്റുമെന്നാണ് ഞാൻ ഈ ബോൾ കണ്ടിട്ട്, ഞാനിത് നാട്ടിൽ ഉപയോഗിച്ചിട്ട് പറയല, ബട്ട് ഇതിന്റെ മൊത്തത്തിലൊരു ക്യാരക്ടറിസ്റ്റിക് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മെയ്ഡ് ഇൻ പാകിസ്ഥാനാണ്. പലപ്പോഴും നമുക്ക് ഈ ഓരോ ബോളുകളും വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് ഏത് ബോളാണ് കൂടുതൽ ഡ്യൂറബിൾ ആയിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിന് നല്ലൊരു ട്രൈ ചെയ്യാൻ പറ്റുന്ന ബോൾ തന്നെയാണ് ഇത്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.